വേദനകൾ ചികിത്സിക്കുമ്പോൾ ഈ ഇടയായി നമ്മുടെ ഒ പികളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന, അല്ലെങ്കിൽ ഈവൻ ചെറുപ്പക്കാരിലോ സ്കൂൾ കുട്ടികളിലൊക്കെ കാണുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന, പിന്നെ തോളിന് വേദന. കഴുത്ത് വേദനയും ഷോൾഡറിൻ്റെ വേദനയും നമ്മൾ ചോദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിലേറ്റവും പ്രധാന വില്ലനായിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ. ഇത് യൂസ് ചെയ്യുന്ന രീതിയും അത് ഉപയോഗപ്പെടുന്ന നമ്മൾ ഇരിക്കുന്ന ഇരുത്തവും അതിൽ ഇരിക്കുന്ന മണിക്കൂറുകളും ഇതെല്ലാം അതിന് ആഡ് ചെയ്യപ്പെടും. പ്രധാനമായിട്ട് സമയം, എത്ര സമയം നമ്മളതിൽ ചിലവഴിക്കുന്നു, രണ്ടാമത്തത് ഏത് പ്രതലത്തിൽ, എങ്ങനെയുള്ള പ്രതലത്തിൽ ഇരുന്നിട്ടാണെന്നുള്ളതും അതോടുകൂടെ തന്നെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും. അതായത് നമ്മൾ പറയുന്നത് ഒരു സ്ക്രീൻ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഈ സ്ക്രീനിൻ്റെ 1/3 ഭാഗം നമ്മളെ കണ്ണിലേക്ക് കാണുന്ന രീതിയിൽ, അതായത് നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് ഇരുത്താം. അതായത് കണ്ണും സ്ക്രീനും ഒരേ ലെവലിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ഇരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത് കൂടുതലായി നമ്മൾ കൂനിക്കൂടിയിരിക്കുക, കഴുത്ത് വളച്ചിരിക്കുക, ചെരിഞ്ഞിരിക്കുക, ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും നല്ലത് നമ്മുടെ കഴുത്ത് സപ്പോർട്ടഡ് ആയിട്ടിരുന്ന് സ്ക്രീനിലേക്ക് നോക്കി സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ബ്രേക്ക് എടുത്ത് വെക്കാം. നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വെക്കാം. അതായത് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയമായി, അല്ലെങ്കിൽ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്, ചെറിയ റൊട്ടേഷൻ മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ടൈമിംഗ് വെക്കാം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ കൂടുതലായി വേദന വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റർ കറക്റ്റ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത്, നമ്മൾ കോബ്ര പോസ് എക്സസൈസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാറ്റ് ആൻഡ് ക്യാമൽ എക്സസൈസ് പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് മസിൽസിനെ സ്ട്രെച്ച് ചെയ്തെടുക്കാം. അല്ല, അസഹനീയമായ വേദനയാണ്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമുക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദഗ്ധമായ ഒരു ചികിത്സക്ക്, അതായത് പേശികളെല്ലാം ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചികിത്സ എടുക്കാവുന്നതാണ്.